അല്ല, ഞങ്ങളിപ്പോൾ ആ വിഷയം ഇനി ഞങ്ങൾക്ക് ചർച്ച ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. മറ്റൊന്നും കൊണ്ടല്ല, ഈ ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു തെരൂർ വിഷയം എപ്പോഴും ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് ഒരു നല്ല കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നില്ല. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ രണ്ട് വഴികളുണ്ട്. ഒന്നുകിൽ പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കുക. അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്, പാർട്ടി നിയോഗിച്ച സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. ആ നിലയ്ക്ക് പാർലമെൻ്ററി പ്രവർത്തനത്തിലും പാർട്ടി പ്രവർത്തനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക. അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ പാർട്ടിക്കകത്ത് അഭിപ്രായം പറയാമല്ലോ. ഇപ്പോൾ പാർലമെൻറ്റ് കൂടുന്ന ദിവസങ്ങളിൽ സാധാരണ MP-മാരുടെ യോഗം കാലത്ത് ചേരാറുണ്ട്. ഞാൻ അംഗമായിരുന്ന സമയത്തൊക്കെ ചേർന്നിട്ടുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം കൃത്യമായിട്ട് പങ്കെടുത്ത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അഭിപ്രായങ്ങളെല്ലാം സ്വീകരിച്ചോളണമെന്നൊന്നുമില്ല. അതല്ല, അദ്ദേഹത്തിന് ഇതിൻ്റെ അകത്ത് ശ്വാസം മുട്ടുന്നു, ഇനി തുടർന്ന് പ്രവർത്തിക്കാൻ കഴിയാത്തൊരവസ്ഥയാണെന്ന് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നതെങ്കിൽ പിന്നൊരു മാർഗം പാർട്ടി ഏൽപ്പിച്ച സ്ഥാനങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഇഷ്ടമുള്ള രാഷ്ട്രീയ അദ്ദേഹം സ്വീകരിക്കുക. ഈ രണ്ടിലൊന്നല്ലാതെ ഇപ്പോഴത്തെ മാർഗവുമായിട്ട് അദ്ദേഹം മുന്നോട്ട് നീങ്ങിയാൽ അത് പേഴ്സണലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഐഡൻറ്റിറ്റിനെ ബാധിക്കുന്ന വിഷയമാണ്. അത് പാർട്ടിക്കും ബുദ്ധിമുട്ടാണ്, അദ്ദേഹത്തിനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ രണ്ടിലൊരു മാർഗം സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറാവണമെന്നാണ് ഒരു സഹപ്രവർത്തനം എന്നുള്ള നിലയിൽ എനിക്ക് അദ്ദേഹത്തിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. അതെനിക്കറിയില്ല. ലക്ഷ്യം എന്താണെന്ന് അദ്ദേഹത്തിനല്ലേ അറിയൂ. മോഡി സ്തുതിയും, അതായത് കോൺഗ്രസ് നേതാക്കന്മാരെ ഒഴികെ എല്ലാവരും സ്തുതിക്കാറുണ്ട്. അത്യാവശ്യം പിണറായിനെയും സ്തുതിക്കാറുണ്ട്. ഈ മീഡിയ വണ്ണിൻ്റെ മാനേജിംഗ് എഡിറ്റർ സി ദാവൂദിൻ്റെ കയ്യും കാലും വെട്ടും എന്ന് പറഞ്ഞ് CPM കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഒരു പ്രകടനം നടത്തിയിരുന്നു. അല്ല, അവരുടെ പ്രകടനത്തിൽ സ്ഥിരം മുദ്രാവാക്യമാണ് കൈ വെട്ടുക കാല് വെട്ടുക. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയാൽ ഞങ്ങൾക്കൊക്കെ കയ്യും കാലും ഇല്ലാതെ ഇരിക്കേണ്ട സാഹചര്യം എന്നേ ഉണ്ടായിരുന്നു. അത് പണ്ടൊരു ചൊല്ലുണ്ടല്ലോ, ഈ കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്ന് പറയും. ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കുന്നവർക്ക് ഒന്നും ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവില്ല. അതിന് ആ രീതിയിൽ മാത്രമേ കാണുള്ളൂ. അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നയമാണ്, എതിർക്കുന്നവരെ മുഴുവൻ ഭീഷണിപ്പെടുത്തി ഇല്ലാതാക്കുക എന്നുള്ളത്. ആ ശൈലി ഗുണകരമാണോ അല്ലയോ എന്നുള്ള അവർ ചിന്തിച്ചാൽ മതി. പക്ഷേ അവരുടെ മുദ്രാവാക്യത്തിൽ വലിയ ഗൗരവമായിട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല. മുന്നണിയിൽ അധിക സീറ്റ് ആവശ്യപ്പെടാൻ ലീഗ് അങ്ങനെ ഒരു ആവശ്യവും ഉന്നയിച്ചിട്ടില്ല. അതെല്ലാം ഭാവനാസമ്പന്നങ്ങളായിട്ടുള്ള വിവരങ്ങളാണ്. അങ്ങനെ ഒരു സീറ്റ് അധികം അവർ ചോദിച്ചിട്ടില്ല. പിന്നെ സ്വാഭാവികമായിട്ട് ഇലക്ഷൻ വരുമ്പോൾ കുറച്ച് സീറ്റുകൾ ചോദിക്കുമ്പോൾ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് സാധാരണത്തെ പതിവ്. അതിൽ കൂടുതലായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല.